Hello, എൻ്റെ പേര് Aswathy Vishal and welcome to my channel. ഇന്നത്തെ വീഡിയോ ഹോംമേക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. ബിസിനസ് ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ then it is two things away from your success. ഒന്ന്, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം and second is to take the first step. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് 5 ബിസിനസ് ഐഡിയാസ് ഒരു ഹോം മേക്കേഴ്സിന് ഈസിലി സ്റ്റാർട്ട് ചെയ്യാം എന്ന ഐഡിയാസ് ആണ്. ഇതെങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണ് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെയാണ് കിക്ക് സ്റ്റാർട്ട് ചെയ്യണത് എന്നതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ബിഗിൻ ദിസ് വീഡിയോ. ആദ്യത്തെ ബിസിനസ് ഐഡിയ ആണ് ന്യൂട്രീഷണൽ സ്നാക്സ്. നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കൾച്ചർ ഉള്ളത് ആ 4 മണി പലഹാരം എന്ന് പറയുന്നത്. ആ ഒരു 4 മണി പലഹാരം ഹെൽത്തി ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ, ബാച്ചിലർ അക്കോമഡേഷൻ താമസിക്കുന്ന എംപ്ലോയീസ്, ആൾക്കാർ, അവർക്കൊക്കെ ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ ഈസിലി കിച്ചൺ ആക്സസിബിൾ അല്ല. അവർക്ക് സ്നാക്സ് ഒബ്വിയസ്ലി റീറ്റെയിൽ ഷോപ്സ് പോയിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് വർക്കിംഗ് ആണ് ആസ് എ കപ്പിൾ എന്നുണ്ടെങ്കിൽ അവർ തന്നെ 3 നേരം ഭക്ഷണം വെച്ച് കഴിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ സ്നാക്കും കൂടി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ചാലഞ്ചിങ് ടാസ്ക്. അവിടെയാണ് നിങ്ങളുടെ റോള് വരുന്നത് ആസ് എ ന്യൂട്രീഷണൽ സ്നാക്ക് പ്രൊവൈഡർ. നിങ്ങൾക്ക് ന്യൂട്രീഷണൽ സ്നാക്സ് എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം. ഇനി ബേക്ക്ഡ് ഗുഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേക്ക്ഡ് ബ്രെഡ്സ്, ഹെൽത്തി ആയിട്ടുള്ള ഹോൾ വീറ്റ് ബ്രെഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും വിത്ത് ലോട്ട്സ് ഓഫ് നട്ട്സ്. അതല്ലാതെ തന്നെ ബീറ്റ്റൂട്ട് ചിപ്സ്, ബനാന ചിപ്സ്, ലേഡീസ് ഫിംഗർ ചിപ്സ്, ഇതൊക്കെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്ത് വരുന്ന ന്യൂട്രീഷണൽ സ്നാക്സ് ആണ്. ഇത് ഈസിലി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആയിട്ട് ഓട്സ് ലഡ്ഡൂസ് അല്ലെങ്കിൽ റാഗി ലഡ്ഡൂസ്, ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ന്യൂട്രീഷണൽ സ്നാക്സ് എവിടെയാണ് സെല്ല് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 1, ആരാണ് ഇൻട്രസ്റ്റഡ് ടു ബൈ ന്യൂട്രീഷണൽ സ്നാക്സ്? സമൺ ഹു ഇസ് ഹെൽത്ത് കോൺഷ്യസ്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയാണ് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്? ജിം, യോഗ സെൻറ്റേഴ്സ്, വെൽനെസ് സെൻറ്റേഴ്സ്, ഇവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ സെൻറ്റേഴ്സിൽ പോയിട്ട് അവിടുത്തെ ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിനോട് ചോദിക്കുക, ക്യാൻ ഐ ഡു എ വർക്ക്ഷോപ്പ്? 1 മണിക്കൂറിൻ്റെ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓൺ ഹൗ ടു മേക്ക് ന്യൂട്രീഷണൽ സ്നാക്സിനെ പറ്റിയിട്ട്. ആൻഡ് ദെൻ യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് യുവർ പാംപ്ലെറ്റ്സ്. നിങ്ങളൊരു നല്ല കളർഫുൾ ആയിട്ടുള്ള പാംപ്ലെറ്റ് ഡിസൈൻ ചെയ്യുക. അതിൽ മെനു ഉണ്ടാവണം, പ്രൈസിങ് ഉണ്ടാവണം ആൻഡ് ഗുഡ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവണം. ആൻഡ് ദാറ്റ് ഈസ് ദി അട്രാക്ഷൻ പോയിന്റ്. നിങ്ങളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കോൾ ടു ആക്ഷൻ അതിൽ എഴുതേണ്ടി വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ വാട്സാപ്പ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം, ഓരോ വെബ്സൈറ്റ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഐ വുഡ് സജസ്റ്റ് ഇനീഷ്യലി നമ്മുടെ ബഡ്ജറ്റ് അധികം കുറവാണെങ്കിൽ വാട്സാപ്പ് നമ്പർ നമുക്കൊരു സിം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർലി ഫോർ ബിസിനസ് റിലേറ്റഡ് നമുക്കത് വാട്സാപ്പിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരുന്ന സമയത്ത് വാട്സാപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് ഒരു തേർഡ് പാർട്ടി ഡെലിവറി ഏജന്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസിലി ഡെലിവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സോ ദീസ് പ്രോസസ്സസ് ആർ വെരി ഈസി. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യാം. കോമെന്റ്സ് ബിലോ നിങ്ങൾക്ക് ഏത് ബിസിനസ് ഐഡിയനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടതെന്ന് പറയാൻ ഞാൻ അതിൻ്റെ വീഡിയോസ് ഉണ്ടാക്കും. സോ ഈ ന്യൂട്രീഷണൽ സ്നാക്ക് ബിസിനസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ അഹെഡ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. വളരെയധികം സ്കോപ്പ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. ബിക്കോസ് ഫുഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി അത് റിസെഷൻ പ്രൂഫ് ആണ്. എപ്പോഴും അതിൽ ബിസിനസ് ഉണ്ടാവും. സോ വിതൗട്ട് എനി ഫിയർ ന്യൂട്രീഷണൽ സ്നാക്സ് ബിസിനസ് നിങ്ങൾക്ക് ഏറ്റവും ഈസിലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് ബിസിനസ്, ഇതൊരു വെസ്റ്റേൺ കൾച്ചർ ബിസിനസ് ആണ്, പക്ഷേ ഇത് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അരോമ കാൻഡിൽസ്. അരോമ കാൻഡിൽസ് ഹോം ഡെക്കോർസിന് മാത്രമല്ല, പക്ഷേ സെൽഫ് കെയറിനും വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഹോം ഡെക്കോറിന് വേണ്ടിയിട്ടൊക്കെ കാൻഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ അരോമ തെറാപ്പി. നമ്മുടെ മൂഡ് അല്ലെങ്കിൽ സെൽഫ് കെയർ ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് അരോമ എസെൻഷ്യൽ ഓയിൽസ് നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കാൻഡിൽസ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അരോമ കാൻഡിൽസ് എന്നൊരു സെഗ്മെന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അരോമ സെഗ്മെന്റ്സിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പണ്ട് കാലത്ത് പാരഫിൻ വാക്സ് ആയിരുന്നു ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഫോർ കാൻഡിൽ മേക്കിംഗ്. ബട്ട് ഇപ്പോൾ കുറെ ആർട്ടിക്കിൾസ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ് ലോട്ട് ഓഫ് നെഗറ്റീവ് കോൺസിക്വൻസസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അതുകൊണ്ട് ഇപ്പോൾ സോയ വാക്സ് ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സോ അത് വെച്ചിട്ട് അത് നിങ്ങളുടെ USP അല്ലെങ്കിൽ കീ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് യു ആർ യൂസിങ് സോയ വാക്സ് കാൻഡിൽസ്. അപ്പോൾ ഇതും നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് ടാഗ് ലൈൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഈ ഒരു ഇൻഡസ്ട്രി, അരോമ കാൻഡിൽ ഇൻഡസ്ട്രി ഇപ്പോൾ വളരെ നീസെന്റ് സ്റ്റേജിലാണ്. ഇത് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എവർ ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത്
ഗ്രോത്ത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കിട്ടും. അരോമ കാൻഡിൽസ് ആരാണ് വാങ്ങിക്കാൻ വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ അഗൈൻ ഇത് ഹെൽത്ത് കോൺഷ്യസ് ആൻഡ് വെൽനെസ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അരോമ കാൻഡിൽസ് വാങ്ങിക്കുന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറി ആണ് ഹോം ഡെക്കോർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇനി കുറേ അധികം ഡിസൈൻ ആയിട്ടുള്ള നിങ്ങൾക്ക് അരോമ കാൻഡിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്രിയേറ്റീവ് സ്കിൽസ്. ഇത് സെല്ല് ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഷോപ്സ് ആണ്. ഇത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ഗിഫ്റ്റ് ഷോപ്സ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി അഗൈൻ വെൽനെസ് സെന്റേഴ്സ്. ഇനി യോഗ ക്ലാസ്സസ് ഒക്കെ നടത്തുന്ന സെന്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വർക്ക്ഷോപ്സ് നടത്താം. അല്ലെങ്കിൽ ഒരു കിയോസ്ക് 1 മണിക്കൂറിന് വേണ്ടിയിട്ട് നല്ല ഹെവി ഫുട്ഫോൾ ഉള്ള ഒരു സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു കിയോസ്ക് സെറ്റപ്പ് ചെയ്യാം വിത്ത് യുവർ അരോമ കാൻഡിൽസ് ഇൻ യുവർ ഡിസ്പ്ലേ ആൻഡ് നിങ്ങൾക്കത് സെല്ല് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രൊഡക്ട്സ് അറ്റ്ലീസ്റ്റ് വൺസ് ട്രൈ ചെയ്യും ആൻഡ് ദാറ്റ് ഈസ് ദ ഹുക്ക്. അവർക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ കോൾ ടു ആക്ഷൻ ഇസ് യുവർ വാട്സ്ആപ്പ് നമ്പർ. ആ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അവർ ഓർഡർ പ്ലേസ് ചെയ്യും ആൻഡ് ഒരു ഡെലിവറി ഏജന്റിന്റെ കൂടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡെലിവറി പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അരോമ കാൻഡിൽസ് ഇവിടെ മാത്രമല്ല, പക്ഷേ ജയന്റ് ഇ കോമേഴ്സ് വെബ്സൈറ്റ്സ് ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവിടെയും നമുക്ക് സെല്ല് ചെയ്തിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അരോമ കാൻഡിൽസ് ആൻഡ് ദ ഐഡിയ ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ആൻഡ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ലുക്ക് അറ്റ് അരോമ തെറാപ്പി കാൻഡിൽസ്. മൂന്നാമത്തെ ബിസിനസ് ഐഡിയ ക്രിയേറ്റീവ് ആൻഡ് ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആൻഡ് ദാറ്റ് ഈസ് ഗിഫ്റ്റ് ബാസ്കറ്റ്സ്. ഗിഫ്റ്റ് ബാസ്കറ്റ് എവർ ഗ്രോയിങ് ആയിട്ടുള്ള ബിസിനസ് ആണ്. ദ റീസൺ ബീയിങ് നമ്മുടെ ഇന്ത്യയിൽ സെലിബ്രേഷൻ ഇസ് നെവർ എൻഡിങ്. എല്ലാ മാസം എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസ് ഉണ്ടാവും, ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ്, വെഡിങ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ആൾക്കാർ ഹൈ ഡിമാൻഡായിട്ട് നിൽക്കുന്നതാണ് ഗിഫ്റ്റ് ബാസ്ക്കറ്റ്. അതും ക്രിയേറ്റീവ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ് ആണ് ഇൻ ഡിമാൻഡ് ആയിട്ടുള്ളത്. ഇതിനെ പറയുന്നതാണ് ക്യൂറേറ്റഡ് ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ്. സോ നിങ്ങളിപ്പോൾ വെഡിങ്ങിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തീം ഉണ്ടാവും. ആ തീം അനുസരിച്ചിട്ടായിരിക്കും ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇനി ബർത്ത്ഡേസിൽ റിട്ടേൺ ഗിഫ്റ്റ്സ് ആയിട്ടാണ് നിങ്ങൾ ഗിഫ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെയും ഒരു തീം ഉണ്ടാവും. സോ തീം ബേസ്ഡ് അല്ലെങ്കിൽ ക്യൂറേറ്റഡ് ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ് ആർ ഹൈ ഇൻ ഡിമാൻഡ്. ഇനി ഇത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഇസ് എ ഗുഡ് മീഡിയം. നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പാംപ്ലെറ്റ് അത് അവർക്ക് കൊടുക്കുക. അതിൽ നിങ്ങളുടെ ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സിന്റെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഫോട്ടോഗ്രാഫ് ചെയ്തിട്ട് അത് അയച്ചു കൊടുക്കുക. ആൻഡ് അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. ഇനി ഇതല്ല നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒബ്വിയസ്ലി ആ ഒരു സീസണൽ ആണ് ഈ ഒരു ബിസിനസ്. അപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുമ്പോൾ ഹെവി ആയിട്ടുള്ള ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു സമയത്ത് പ്രിപ്പറേഷൻ ചെയ്യുക. ബിക്കോസ് ദാറ്റ് വിൽ ബി ദ മന്ത് ഓർ ടൈം നിങ്ങൾക്ക് ഹെവി ആയിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഗിഫ്റ്റ് ബാസ്ക്കറ്റ് നിങ്ങൾക്ക് റെഗുലർലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, കുറേ അധികം വീട്ടിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പക്ഷേ എവറി ഡേ ഒരു 2-3 മണിക്കൂർ നമുക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ബാസ്ക്കറ്റ് ഇസ് ഗുഡ് ബിസിനസ് ഫോർ യു. ദ റീസൺ ബീങ് ഗിഫ്റ്റ് ബാസ്ക്കറ്റ് ഒരു സീസൺ വരുമ്പോഴാണ് കുറേ അധികം ആൾക്കാർ ഇത് വാങ്ങിക്കുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ദിവാലി, ഓണം, വിഷു, ന്യൂ ഇയർ, ക്രിസ്മസ് ആ ഒരു സമയത്താണ് ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സിനൊക്കെ ഹൈ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻ തന്നെ 1 മാസം മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ഡെഫിനറ്റ്ലി ഗിഫ്റ്റ് ബാസ്ക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ക്രിയേറ്റീവ് ഐഡിയാസ്, ക്രാഫ്റ്റ്സ് ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബിസിനസ് ഫോർ യു. നാലാമത്തെ ബിസിനസ് ഐഡിയ ആൻഡ് മൈ ഫേവറേറ്റ് ബിസിനസ് ഐഡിയ ആണ് ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് കുക്കിംഗ് വീഡിയോസ്. ഞാൻ ബോംബെയിലാണ് ബോൺ ആൻഡ് ബോട്ടപ്പ് ആൻഡ് അതുകൊണ്ട് എനിക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അധികം അറിയില്ല. ബട്ട് ഞാൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 10-12 വീഡിയോസ് ഞാൻ കാണും ടു ഗെയിൻ കോൺഫിഡൻസ്. ഇനി നിങ്ങൾക്ക് കുക്കിംഗ് സ്കിൽസ് ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുക്കിംഗ് വീഡിയോസ് ചെയ്യുക. കാരണം കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ സ്കില്ലാണ്. എല്ലാവരും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഞാൻ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കുന്നുണ്ട്, എൻ്റെ അമ്മ നോക്കുന്നുണ്ട്. ദർ ആർ സോ മെനി പീപ്പിൾ ഇൻ മൈ ഫാമിലി മെമ്പേഴ്സ് ഹു സീ കുക്കിംഗ് വീഡിയോസ് ടു കുക്ക്. സോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ, യൂട്യൂബിൽ എത്ര കുക്കിംഗ് വീഡിയോസ് ആണ് ആൾക്കാർ ഇരുന്ന് കാണുന്നത് ആൻഡ് ഇൻ ഡിമാൻഡാണ്. ദ റീസൺ ബീയിങ് കുക്കിംഗ് എന്ന് പറയുന്ന കാര്യം ഒരു സ്കില്ലാണ്. അത് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോസ് യൂട്യൂബിലിടാം, ഇൻസ്റ്റാഗ്രാമിലിടാം, ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ സെലക്ട് ചെയ്യൂ, നിങ്ങൾക്കത് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വേർഡ് ഓഫ് കോഷൻ ദാറ്റ് ഈസ് ഇത് ഇമ്മീഡിയറ്റ്ലി ഇൻകം ജനറേറ്റ് ആവില്ല. ഒരു 3 months വീക്ക്ലി 2 വീഡിയോ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഒരു വിതിൻ 3 months നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും ആൻഡ് ദെൻ നിങ്ങൾക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻകം യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം സ്പോൺസർഷിപ്പ് ത്രൂ ആയിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്.
പറ്റുന്നത്. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ബിസിനസ് അല്ല. കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കണം. ആ ഒരു സ്പേസിൽ പോയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. സോ ചടപടേന്നൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുക്കിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ഈസി അല്ല. പക്ഷേ നമ്മൾ ആ ഒരു എക്വിപ്മെന്റ്സ് നല്ല രീതിയിലായിട്ട് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ വി വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു ട്രൈപോഡ് ആൻഡ് മൊബൈൽ. ഇപ്പോൾ മൊബൈൽ ഫോണിലാണെങ്കിലും നല്ല ക്യാമറാസ് അവൈലബിൾ ആണ്. സോ ഒരു 10,000 15,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഫേസ് കാണിക്കണ്ട എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ചെയ്യാൻ പറ്റും. ആ ഒരു ആംഗിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ പാത്രം, കുക്കിംഗ് ചെയ്യുന്ന പാത്രം മാത്രം കാണിച്ചാൽ മതി. ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് അപ്ലോഡിംഗ് വീഡിയോസ്. എഡിറ്റിംഗിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഇൻഷോട്ട് ഇസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ. വണ്ടർഷെയർ ഫിൽമോറ അതും വേറെ ഒരു നല്ല ആപ്ലിക്കേഷൻ ആണ് എഡിറ്റിംഗിന് വേണ്ടിയിട്ട്. സോ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് 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 സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ഷോയിങ് യുവർ കുക്കിംഗ് സ്കിൽസ്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ നല്ല ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല സ്പോൺസേഴ്സ് കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫൈനൽ ഐഡിയ ആണ് പ്ലാന്റ് നഴ്സറി. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഗാർഡനിങ് വളരെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് വൺ തിങ് യു ഷുഡ് ചെക്ക് ഔട്ട് ഫോർ. ഇനി നിങ്ങൾ അർബൻ സെറ്റപ്പ് അല്ലെങ്കിൽ ബിൽഡിങ്സിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. ബിക്കോസ് ബാൽക്കണി ആൻഡ് ഡയറക്റ്റ് സൺലൈറ്റ് ഇസ് മസ്റ്റ് ഫോർ ദിസ്. ഇനി പ്ലാന്റ് നഴ്സറിയിൽ കുറേ അധികം കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾക്ക് ഹെർബ്സ് ഗ്രോ ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ബേസിൽ, ദിൽ ലീവ്സ്, സാലഡ് ലീവ്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ലെറ്റ്യൂസ് നിങ്ങൾക്ക് ചെയ്യാം, കേൽ നിങ്ങൾക്ക് ചെയ്യാം, അതുപോലെ തന്നെ മിന്റ് ലീവ്സ്. ഇതെല്ലാം നിങ്ങൾക്ക് ഹെർബ്സ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റും. സെക്കൻഡ് കാറ്റഗറി ഈസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കാറ്റഗറി. തേർഡ് കാറ്റഗറി ആൻഡ് പോപ്പുലർ കാറ്റഗറി ഈസ് ഇൻഡോർ പ്ലാന്റ് കാറ്റഗറീസ്. ഇൻഡോർ പ്ലാന്റിലെ കാറ്റഗറിയിലാണ് കുറേ അധികം മാർജിൻസ് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ്സ് ഹൈ ഇൻ ഡിമാൻഡ് ആണ്. ഹോം ഡെക്കോറിനും വേണ്ടിയിട്ട് ഒരു നല്ല കൂളിംഗ് ആൻഡ് ഗ്രീൻ എൻവയൺമെന്റ് കിട്ടാനും നല്ലതാണ്. സോ ഇറ്റ് ഈസ് ഇൻ ഡിമാൻഡ്സ്. നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് സീഡ്സ് വാങ്ങിയിട്ട് ഇൻഡോർ പ്രൊപ്പഗേഷൻ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ സെല്ലിംഗ് ഈസ് ബിറ്റ് ചാലഞ്ചിങ്. ബട്ട് നിങ്ങൾക്ക് ഒരു നല്ല കോൺടാക്ട് സർക്കിൾ, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ ഈസി ആയിരിക്കും. യൂട്യൂബിൽ തന്നെ നിങ്ങൾ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം യൂട്യൂബ് ചാനൽസ് ഉണ്ട്. സോ അതിൻ്റെ വഴിയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പിക്ചേഴ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത് വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ കാണിക്കുന്ന പ്ലാന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാട്സാപ്പ് നമ്പർ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അവർ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യും. ആൻഡ് ഒരു ഡെലിവറി ഏജന്റിനെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റി കിട്ടും ടു സെൽ യുവർ പ്ലാൻസ്. ബട്ട് ഓൺലൈൻ മീഡിയത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഹൈ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ് ഐഡിയ ആണ്. അടുത്തൊരു ഐഡിയ ആണ് നിങ്ങൾ ഗൂഗിളിൽ രജിസ്റ്റർ ചെയ്യുക ഇൻ ദ മാപ്സ്. ബിക്കോസ് ആരെങ്കിലും നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നുണ്ട്, അവർ പ്ലാന്റ് നഴ്സറി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ആ മാപ്പിൽ വരും. ആൻഡ് അവർ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സും കിട്ടും. ഈ 5 ബിസിനസ് ഐഡിയാസും വളരെ ഈസി ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ആണ്. ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ആണ്. നിങ്ങൾക്ക് നല്ല മാർക്കറ്റിംഗ് സ്കിൽസ് ഉണ്ട് ആൻഡ് പ്രൊഡക്റ്റും നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് സസ്റ്റൈനബിൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് എത്ര സ്കെയിൽ ചെയ്യണം, അത് നിങ്ങളുടെ ടൈം, എനർജി ആൻഡ് ഫിനാൻസിന്റെ മുകളിലാണ് എത്ര നിങ്ങൾക്ക് ഇതിന് സ്കെയിൽ ചെയ്യണം എന്നത്. ബട്ട് ഒരു നല്ല 30,000 to 40,000 റുപ്പീസ് ഈസിലി ഈ ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും ടു സ്റ്റാർട്ട് ബിസിനസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Until next time, take care, have a nice day.